എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് നാളെ പ്രസിദ്ധീകരിക്കും. നാളെ എന്ന് പറയുമ്പോൾ ജൂലൈ 1-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ കോളേജ് തലത്തിലാണ് വിദ്യാർത്ഥികളുടെ സ്പോർട്സ് കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഈ ഒരു സ്പോർട്സ് കോട്ടയുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാം എന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിറ്റി കോട്ട, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ട, അതുപോലെ PWD കോട്ട എന്നിവയുടെ അഡ്മിഷൻ നടപടികളും നാളെ മുതൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ നാളെ മുതൽ കോളേജിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട, അതല്ലെങ്കിൽ ഈ ഒരു PWD കോട്ട എന്നിവയിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ, അലോട്ട്മെൻ്റ് അല്ല, നിങ്ങളെ അഡ്മിഷനായിട്ട് കോളേജിൽ നിന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് വിളിക്കുകയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിലവിൽ ഈ ഒരു പ്രൊഫൈൽ മുഖേന നൽകിയിട്ടുള്ള, അതായത് ആദ്യം അപേക്ഷ കൊടുക്കുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഓപ്ഷനുകളിൽ ഉള്ള കോഴ്സുകളിലേക്കായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ആണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. താല്പര്യമില്ലെങ്കിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാനേജ്മെൻറ്റ് കോട്ടയാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് കോട്ടയുടെ അഡ്മിഷനും നാളെ മുതലാണ് ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജുകളിൽ മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ നേടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോളേജുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കോളേജിലെ ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ PWD കോട്ടയിൽ ഉള്ള വിദ്യാർത്ഥികളും നിങ്ങളെ കോളേജിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്യും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രസിദ്ധീകരിക്കുന്നതാണ്. അത് കോളേജ് ലെവലിലാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില സമയത്ത് മാത്രമാണ് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോർട്സ് കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ മുഖേന നിങ്ങൾക്ക് ചിലപ്പോൾ അത് പരിശോധിക്കാൻ പറ്റും. അതല്ലെങ്കിൽ കോളേജിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കോളേജിൻ്റെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റിൽ ഈ ഒരു നിങ്ങളുടെ സ്പോർട്സ് കോട്ടയുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സ്കൂളുകളിലാണ് അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകളിലാണ് ഈ ഒരു സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ നേടാനായിട്ട് നിങ്ങൾ നിലവിൽ ആ ഒരു ഓപ്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ എവിടെയാണോ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ ആ ഒരു കോളേജുകളിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈൽ വഴി ആ ഒരു ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നറിയില്ല. കാരണം അത് കോളേജ് തലത്തിലാണ് ഈ ഒരു സ്പോർട്സ് കോട്ടയുടെ റാങ്ക് ഡീറ്റെയിൽസ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ കോളേജിൻ്റെ വെബ്സൈറ്റ് വഴി ആ ഒരു ഡീറ്റെയിൽസ് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എങ്ങനെ കോളേജിൻ്റെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് കോളേജിൻ്റെ കോൺടാക്റ്റ് നമ്പേഴ്സും അതുപോലെ തന്നെ വെബ്സൈറ്റ് അഡ്രസ്സും ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ആയിട്ടുള്ള admission.uoc.ac.in/admission എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ സൈഡിലായിട്ട് മെനു ബാർ കാണാം, അത് 3 ലൈൻസ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കോളേജസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. കോളേജസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളേജസിൻ്റെ ആ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് വിവിധ കോളേജുകളുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ കോളേജിൻ്റെ ആ ഒരു പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ കോളേജിലാണോ നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഏത് കോളേജിലാണോ നിങ്ങൾ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ആ ഒരു കോളേജുകളിലൊക്കെ അതായത് ആ ഒരു കോളേജൊക്കെ സ്പോർട്സ് കോട്ടയിൽ നിങ്ങളുടെ ആ ഒരു സീറ്റ്, അതായത് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏതൊക്കെ ആ ഒരു കോളേജുകളാണ് ഉൾപ്പെടാനുള്ള സാധ്യത ഉള്ളത് അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക. അപ്പോൾ അതായത് നിങ്ങൾ ഏതൊക്കെ കോളേജാണ് ഓപ്ഷൻ വെച്ചിട്ടുള്ളത് ആ ഒരു കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് ആ ഒരു സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആ ഒരു കോളേജിലെ കോഴ്സ് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മോർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഏത് കോളേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ അവിടുത്തെ ആ ഒരു കോഴ്സ് ഡീറ്റെയിൽസ് വരും. അതിനുശേഷം മോർ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഒരു കോളേജിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അൺഎയ്ഡഡ് മിക്സഡ് കോളേജ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോളേജിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, ഓഫീസിൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റ് അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ പ്രവേശിക്കുക. അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയെങ്കിൽ അവിടെ നിങ്ങളുടെ സ്പോർട്സ് കോട്ടയുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസിൻ്റെ കാര്യം പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ സാധാരണ ഓരോ കോളേജും അവരുടെ വെബ്സൈറ്റിലും അതുപോലെ കോളേജിലെ നോട്ടീസ് ബോർഡിലും അതിൻ്റെ റാങ്ക് ഡീറ്റെയിൽസ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ കോളേജും നിങ്ങൾക്ക് ഈ രീതിയിൽ സെലക്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓപ്ഷൻ വെച്ച കോളേജുകളാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഓരോ കോളേജ് സെലക്ട് ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് അതിൽ മോർ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് ആ ഒരു കോളേജിൻ്റെ ആ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ കോളേജിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക്
മനസ്സിലാക്കാവുന്നതും ആ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോർട്സ് കോട്ടയുടെ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതും ആണ്. അതുപോലെ തന്നെ ചില സമയത്ത് വെബ്സൈറ്റിൽ വന്നിട്ടില്ലെങ്കിൽ ആ ഒരു കോളേജിൽ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കോളേജിലൊന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങളെ ഈ ഒരു സ്പോർട്സ് കോട്ടയുടെ അഡ്മിഷനായിട്ട് കോളേജിൽ നിന്ന് സാധാരണഗതിയിൽ റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങളെ കോളേജിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അത് കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ അഡ്മിഷൻ സാധ്യത മനസ്സിലാക്കി വിദ്യാർത്ഥികൾ ഈ ഒരു ഏത് കോളേജിലാണോ നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് അതനുസരിച്ച് ആ ഒരു കോളേജിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതും നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യത നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാൻ അതായത് അഡ്മിഷൻ തരാൻ പറ്റുമെങ്കിൽ നിങ്ങളെ കോളേജിൽ നിന്ന് വരാനായിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ ഓപ്ഷൻ വെച്ച കോഴ്സിലേക്ക് അതായത് ഏത് കോഴ്സാണോ ആ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് വരാനായിട്ട് പറയുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങളുടെ റാങ്ക് എത്രയാണോ അതിനനുസരിച്ച് ചില സമയത്ത് നിങ്ങളെ കോളേജിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്യും. അതല്ലെങ്കിൽ നിങ്ങൾ കോളേജിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ അഡ്മിഷൻ സാധ്യതയും അതുപോലെ സ്പോർട്സ് കോട്ട അതല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി കോട്ടയാണോ അല്ലെങ്കിൽ PWD കോട്ടയാണോ അതിൻ്റെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസും അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ തരാൻ പറ്റുമെങ്കിൽ കോളേജിൽ നിന്ന് നിങ്ങളോട് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വരാനായിട്ട് പറയും. അപ്പോൾ അങ്ങനെയെങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം മാനേജ്മെൻറ്റ് കോട്ടയാണ്. മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവർ ഏത് കോളേജിലാണോ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കോളേജിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു അപേക്ഷ ഓൾറെഡി നൽകിയതുകൊണ്ട് ഒരു ക്യാപ്പ് ID അതുപോലെ തന്നെ പാസ്വേഡും ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു മാനേജ്മെൻറ്റ് കോട്ടയിൽ പെട്ടെന്ന് തന്നെ അങ്ങനെ അഡ്മിഷൻ നേടാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ ക്യാപ്പ് ID ക്രിയേറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇനി അതായത് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ് ഫ്രഷ് രജിസ്ട്രേഷനല്ല ലേറ്റ് രജിസ്ട്രേഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.